ഞാനിവിടെ ഉദാഹരണമായിട്ട് പറയുന്നത് 35 വയസ്സുള്ള ഒരാൾ അയാളുടെ ഫ്യൂച്ചറിൽ സെൽഫ് ഡിപ്പെൻഡൻ്റായി ജീവിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. 12 വർഷം പ്രീമിയം പേയ്മെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് 10 വർഷമോ 12 വർഷമോ അല്ല 15 വർഷം വരെ അടയ്ക്കാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളും ഉണ്ട്. 10 വർഷം അടയ്ക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളേക്കാൾ ബെനിഫിറ്റ് കൂടുതലായിരിക്കും 12 വർഷം അടയ്ക്കുന്നതിന്. അതിനേക്കാൾ കൂടുതലായിരിക്കും 15 വർഷം അടയ്ക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾക്ക്. ഇത്ര മാത്രം ഡിഫറൻസ് ഇതിനുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ലൈഫ് കവറേജും മണി ബാക്കും അയാളുടെ ജീവിതകാലം മുഴുവൻ തിരിച്ചു കിട്ടത്തക്ക രീതിയിലാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതല്ല ഇത് 20 വർഷം കൊണ്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, 25 വർഷമോ 30, 35, 40 വർഷം കൊണ്ട് ക്ലോസ് ചെയ്യാവുന്ന രീതിയിലും ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ മണി ബാഗ് നമുക്ക് കിട്ടുന്നതിന് 2 രീതിയിലാണ്. ഒന്നാമത്തേത് നമുക്ക് ഈ മണി ബാഗ് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യാതെ അവിടെ തന്നെ നിക്ഷേപിക്കാം. അപ്പോൾ കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ് വളരെയധികം കൂടുതലായിരിക്കും. എന്നാൽ ഞാനിവിടെ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് വർഷാവർഷം ഈ മണി ബാഗ് വിഡ്രോ ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. ഇതിൻ്റെ പ്രീമിയം എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 1 ലക്ഷം രൂപയിലാണ്. 1 ലക്ഷം രൂപ തൊട്ട് മുകളിലോട്ട് എത്ര ലക്ഷം വേണമെങ്കിലും നമുക്ക് പ്രീമിയം എമൗണ്ട് ആയിട്ട് എടുക്കാം. പക്ഷേ ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് 2 ലക്ഷം രൂപ പ്രീമിയം അടയ്ക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൻ്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റിനെ കുറിച്ച് കൂടി പറയാം. 35 വയസ്സുള്ള ഈ വ്യക്തി 2 ലക്ഷം രൂപയുടെ ഫസ്റ്റ് പ്രീമിയം അടച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ 26,42,357 രൂപയിലാണ് ലൈഫ് കവറേജ് സ്റ്റാർട്ട് ആവുന്നത്. ഇയാൾക്ക് എന്തെങ്കിലും ലൈഫ് ത്രെട്ടൻ സംഭവിച്ചാൽ ഈ എമൗണ്ട് അയാളുടെ നോമിനിക്ക് കിട്ടും. ഏജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ എമൗണ്ടിൽ യാതൊരു വിധ ഡിഫറൻസും വരത്തില്ല. ഈ എമൗണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. 24 വർഷം വരെ ഇതിൻ്റെ ലൈഫ് കവറേജ് എമൗണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. 25ാമത്തെ വർഷം മുതൽ ഓരോ വർഷം കഴിയുന്തോറും ഇതിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് പ്രീമിയം അടയ്ക്കുന്നതിൻ്റെ അതേ വർഷം തന്നെ നമുക്ക് മണി ബാക്കും സ്റ്റാർട്ടാകും. ഇത് ആദ്യത്തെ വർഷം കിട്ടുന്ന 5,813 രൂപയാണ്. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് 11,626 രൂപയാവും. അങ്ങനെ കൂടി 12ാമത്തെ വർഷം നമുക്ക് മണി ബാക്കായിട്ട് കിട്ടുന്നത് 7,08,680 രൂപയാണ്. ഇങ്ങനെ 12 വർഷവും നമുക്ക് മണി ബാക്കായിട്ട് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 11,05,826 രൂപയാണ്. ഇനി പ്രീമിയം പീരീഡ് കഴിഞ്ഞ് 13ാമത്തെ വർഷം നമുക്ക് മണി ബാക്കായിട്ട് കിട്ടുന്നത് 75,571 രൂപയാണ്. ഇത് ഓരോ വർഷം കഴിയുന്തോറും കൂടി വരും. ഇങ്ങനെ 99ാമത്തെ വയസ്സ് വരെ നമുക്ക് ഈ മണി ബാക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കിട്ടുന്ന ഈ ഫിനാൻഷ്യൽ ബെനിഫിറ്റിനെ ഒരു ടേബിളിലൂടെ ഡിസ്പ്ലേ ചെയ്യാം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ടോട്ടൽ എത്ര രൂപ പ്രീമിയം അടയ്ക്കുന്നുണ്ട്, അതിൻ്റെ മണി ബാക്ക് എത്രയാണ് കിട്ടുന്നത്, ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് എങ്ങനെയാണ്, അങ്ങനെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ ചേരുന്നതിലൂടെ നമുക്ക് ടോട്ടൽ എത്ര രൂപയാണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റായിട്ട് കിട്ടുന്നതെന്നാണ് ഈ ഒരു ടേബിളിലൂടെ നമ്മൾ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ടോട്ടൽ പ്രീമിയം അടയ്ക്കുന്ന 24 ലക്ഷം രൂപയാണ്. ലൈഫ് ടൈം മുഴുവനുള്ള മണി ബാക്കായിട്ട് കിട്ടുന്ന 62,38,605 രൂപയാണ്. ഇത് കൂടാതെ നമുക്ക് മെച്യൂരിറ്റി ബെനിഫിറ്റ് കിട്ടുന്ന 3,94,55,674 രൂപയാണ്. ഇത് പോളിസി ഹോൾഡർ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ അയാൾക്കത് വിഡ്രോ ചെയ്യുകയോ അതല്ല എന്തെങ്കിലും ലൈഫ് ത്രെട്ടൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അയാളുടെ നോമിനി ആയിട്ടുള്ള ഫാമിലിക്കായിരിക്കും എമൗണ്ട് കിട്ടുന്നത്. ഇങ്ങനെ ഈ പോളിസി എടുക്കുന്നതിലൂടെ നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് 4,56,94,279 രൂപയാണ്. നോർമൽ രീതിയിലുള്ള ഒരു മണി ബാക്ക് വിഡ്രോ ചെയ്യുന്ന ടേബിളാണ് നമ്മളിവിടെ കാണിച്ചത്. അല്ലാതെ ഇവിടെ യാതൊരു തരത്തിലുള്ള അഡീഷണൽ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലൊക്കെ നമ്മൾ ചേരുന്നത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ അതിനൊക്കെ പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാരേജിനോ ഹയർ സ്റ്റഡീസിനോ വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും. ഇവിടെ 60ാമത്തെ വയസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി അതിൽ നിന്ന് ഒരു 20 ലക്ഷം രൂപ വിഡ്രോ ചെയ്യേണ്ടി വന്നാൽ അപ്പോൾ ഉണ്ടാകുന്ന മെച്യൂരിറ്റി ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഡിഫറൻസ് കൂടി ഒരു ടേബിളിലൂടെ പറയാം. ഇങ്ങനത്തെ ഈ സിറ്റുവേഷനിൽ നമ്മുടെ മെച്യൂരിറ്റി ബെനിഫിറ്റിന് മാത്രമേ ഡിഫറൻസ് ഉണ്ടാകത്തുള്ളൂ. പോളിസി അതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ 20 ലക്ഷം രൂപ വിഡ്രോവൽ ചെയ്ത് കഴിഞ്ഞാൽ മണി ബാക്കായിട്ട് കിട്ടുന്നത് 33,10,480 രൂപയാണ്. അതേപോലെ മെച്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് 3,70,51,828 രൂപയാണ്. അങ്ങനെ ടോട്ടൽ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 4,23,62,308 രൂപയാണ്. ഞാനിവിടെ ഉദാഹരണമായി എടുത്തത് 35 വയസ്സുള്ള ഒരാൾ അയാളുടെ ഫ്യൂച്ചർ സെറ്റിലാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമായിരുന്നു. ഇതേ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം തന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെ ഹസ്ബൻഡ് വൈഫിന് വേണ്ടി എടുത്താലോ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റിനെ കുറിച്ച് അടുത്ത വീഡിയോയിലൂടെ വ്യക്തമാക്കാം. ഇത് ഒരാൾക്ക് അയാളുടെ ഫ്യൂച്ചർ സെറ്റിനാക്കുന്നതിനോടൊപ്പം തന്നെ ലൈഫിൽ ഏതൊരു എമർജൻസി ഘട്ടം വന്നാലും പണം പിൻവലിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.
with